ധരണി തൂ പരിവാരു ലല്ല പദദരജ ധരണി തൂ പരിവാരു ലല്ല ഓകി ബോധന చేసేయు వరలుగారే ఇదులుండు దురని నగుమో ఓ మూగనలే నాజాలి తెలిసి నన్ను శ్రీ രഘുവര നഗുമോ മുഖം. തന്റെ സുന്ദര മുഖം ദർശിക്കാൻ കഴിയാത്തതിൽ അതീവ ദുഃഖിതനാണ് ത്യാഗരാജസ്വാമി. ഇപ്പൊ ചോദിക്കുകയാണ് പല്ലവിയില്, നഗുമോ, ഞാൻ എത്ര ദുഃഖിതനാണെന്ന് അങ്ങേക്ക് അറിയാമോ? താങ്കൾ എന്താണ് എന്നെ കാണാൻ ഇവിടെ വരാത്തത്? താങ്കളുടെ വാഹനമായിട്ടുള്ള ഗരുഡൻ, ഖഗരാജനായിട്ടുള്ള ഗരുഡൻ താങ്കളോട് പറഞ്ഞോ അവിടുന്ന് ഭൂമിയിലേക്ക് വളരെയധികം ദൂരമുണ്ടെന്ന് പറഞ്ഞ് താങ്കളെ അവിടെ തടസ്സപ്പെടുത്തിയോ? അതാണോ താങ്കൾ എൻ്റെ അടുത്തേക്ക് വരാത്തത്? അതല്ലെങ്കിൽ ശത്രുതാ മനോഭാവം എന്തുകൊണ്ടാണ് അങ്ങ് എന്നോട് കാണിക്കുന്നത്? ഇത്തരത്തിലാണ് പരാതികളായിട്ടോ പരിഭവങ്ങളോ കംപ്ലൈൻസ് അവലാദികള് എല്ലാം ത്യാഗരാജസ്വാമികളുടെ കീർത്തനത്തിലൂടെ നമ്മൾ പൊതുവെ കീർത്തനത്തിന്റെ ഒരു ആഭേരി രാഗത്തിന്റെ പ്രയോഗ സാധ്യതകള്, ആഭേരി രാഗം പ്രയോഗിക്കുന്ന രീതികൾ, ഇതൊക്കെയാണ് നമ്മളെ മനസ്സിൽ. ഇപ്പൊ നഗുമോ എന്നുള്ള കീർത്തനം ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കീർത്തനമാണ്. എത്ര വലിയ വലിയ ഭംഗിയായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ അവതരിപ്പിച്ചേക്കണേന്നാണ്. ഗരുഡൻ തടഞ്ഞു നിർത്തിയോ എന്നാണ് ത്യാഗരാജസ്വാമികൾ ചോദിക്കണത്. അതുപോലെ ക്ഷീര സാഗര ശയന നനു ചിന്തല വേട്ടവലേ രാമ ക്ഷീര ശയന. അതേ അർത്ഥം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ഷീരസാഗര ശയന. എന്താണ് താങ്കൾ ഇങ്ങനെ ചിന്താധീനനായിട്ടിരിക്കണത്? ദ്രൗപദിയുടെ മാനം കേൾക്കാറായപ്പോ വേഗം വന്നില്ലേ? വസ്ത്രമില്ലാണ്ട് വന്നപ്പോ വേഗം താങ്കൾ വന്നു. ഇനി ഗജേന്ദ്രനെ മോക്ഷം കൊടുക്കാറായപ്പോഴും താങ്കൾ വേഗം വന്നു. അതുപോലെ നാരീമണിക്ക് ദ്രൗപദിക്ക് വസ്ത്രം കൊടുത്തു. അതുപോലെ സീതയെ രക്ഷപ്പെടുത്താൻ സമുദ്രം കടന്ന് താങ്കൾ പോയി രക്ഷപ്പെടുത്തി കൊടുന്നു. താരക